അഡ്വക്കേറ്റ് ലാൽകുമാർ, പതിവുകൾക്ക് വ്യത്യസ്തമായി ഞാൻ താങ്കളിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഒരുപാട് മാനങ്ങളുണ്ട്, ഒരുപാട് തലങ്ങളുള്ള ഒരു കുംഭകോണത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് കോർപ്പറേറ്റ് ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് ഒരു NGO പ്രഖ്യാപിച്ച ഒരു പദ്ധതിയിൽ കോർപ്പറേറ്റ് ഫണ്ടുകൾ നിലച്ചു പോയതുകൊണ്ടോ മറ്റോ ഫണ്ടിൻ്റെ ലഭ്യതയില്ലായ്മ മൂലം കുറച്ച് പേർ പരാതികളുമായി രംഗത്ത് വരുന്നു എന്നാണ് വിചാരിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഇതിപ്പോൾ ഒരു വലിയ കുംഭകോണമായി, പല തലങ്ങളുള്ള ഒരു കുംഭകോണമായി വളർന്നു മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഈ പ്രതി വിളിച്ചു പറയാൻ, പോലീസിന് മുന്നിൽ വിളിച്ചു പറയാൻ തുടങ്ങിയതോടുകൂടിയാണ്. അതിതാ പലരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രമുഖരായവരുടെ പേരുകൾ, മാത്യു കുഴൽനാടനുണ്ട്, ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ നേതാക്കളിൽ പലരും നിഷേധവുമായി രംഗത്ത് വരുന്നും ഉണ്ട്. മാത്യു കുഴൽനാടനൊക്കെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. കഴിഞ്ഞ ദിവസം CPIM ജില്ലാ സെക്രട്ടറി, ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഇദ്ദേഹം ആരോപണം ഉയർത്തി, പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന വാർത്തയുണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ, വർഗീസ് തന്നെ നിഷേധിക്കുകയും ഇന്ന് ആ ബാങ്ക് തന്നെ മുന്നോട്ട് വന്ന ആ ബാങ്കിൽ അദ്ദേഹത്തിന് അംഗത്വം പോലുമില്ല, അങ്ങനെ ഒരു 25 ലക്ഷം കിട്ടിയിട്ടില്ല എന്ന തെളിവുകൾ പുറത്തു വരുന്നു. അത്തരത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴേക്കും ചാടി നിഗമനങ്ങളിലെത്തുന്നത്, അതെടുത്ത് തലയിൽ വെച്ച് സ്വന്തം കിരീടമാക്കുന്നത്, അതെടുത്ത് ചുണ്ടിൽ വെച്ച് സ്വന്തം പ്രഘോഷണമാക്കുന്നത് മാധ്യമങ്ങൾക്ക് നല്ലതല്ല. എങ്കിലും നമുക്കിത് ചർച്ച ചെയ്യാതെ വയ്യ. കേരളം വളരെ ശ്രദ്ധയോടുകൂടി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേർ തട്ടിപ്പിൽപ്പെട്ട ഒരു വലിയ കുംഭകോണമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടരുകൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി പോകണം. നമ്മൾ ഈ ചർച്ച തുടങ്ങി വയ്ക്കുമ്പോൾ പ്രാരംഭമായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ലാൽകുമാർ ഈ വിവാദത്തിൽ എന്ത് നിരീക്ഷിക്കുന്നു? ലാൽകുമാർ, നോക്കൂ, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുഖ്യമന്ത്രിയുടെ മുന്നിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോർട്ടലിലേക്ക് ഒരു വ്യക്തമായ ഒരു പരാതി വരികയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ആക്ഷനാണിത്. അല്ലാതെ മാധ്യമങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ പ്രതിപക്ഷം കണ്ടുപിടിച്ചതോ അല്ല അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നതോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിമർശനത്തിന്റെ ഭാഗമായി വന്നതോ ഒന്നും തന്നെയല്ല. അപ്പോൾ ഒരു കംപ്ലൈന്റ് വരികയും ആ കംപ്ലൈന്റിനെതിരെ ആക്ട് ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ദൗത്യമാണ്, ജോലിയാണ്. അത് കൃത്യമായി ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നോക്കൂ, ഏതെങ്കിലും തരത്തിൽ എന്തേലും മൂടി വെക്കാനുണ്ടെങ്കിൽ, മറച്ചു വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പം നോക്കൂ, ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നു. ഞാനതിനെ 2 രീതിയിൽ കാണാം. ഞാനത് വളരെ ആത്മാർത്ഥമായി തന്നെ 2 രീതിയിൽ കാണുന്ന ഒരാളാണ്. ഒരാൾ ഈ പറയുന്ന പോൺസായി സ്കീമിന്, നമ്മൾ പോൺസായി സ്കീം എന്നാണ് പൊതുവെ പറയുക, ഈ പോൺസായി സ്കീമിൻ്റെ കോൺസ്പിറസിയുടെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർ, അതൊരു ഗ്രൂപ്പ്. രണ്ടാമത് ഇതൊന്നും അറിയാതെ ഇതിനകത്ത് പെട്ടുപോയ ആൾക്കാർ. അങ്ങനെ 2 കൂട്ടരാണ് ഇതിനകത്തുള്ളത്. ഒരു കൂട്ടരുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറ്റിക്കപ്പെട്ട ആൾക്കാർ. 3 കൂട്ടരാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിനകത്ത് കോൺസ്പിറസിയുടെ ഭാഗമായി എത്ര രാഷ്ട്രീയക്കാർ നിൽക്കുന്നു, ഏതൊക്കെ രാഷ്ട്രീയക്കാർ നിൽക്കുന്നു, ആരൊക്കെ ഇതിനകത്ത് പറ്റിക്കപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പം നോക്കൂ, പല രാഷ്ട്രീയ നേതാക്കൾ, ഭരണപക്ഷമായാലും പ്രതിപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും, ഇവരൊക്കെ പ്രമുഖരായ രാഷ്ട്രീയക്കാരുടെ മുഖം ഈ മനുഷ്യൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നു. അത് വന്നിരിക്കുന്നത് ഈ പോൺസായി സ്കീമുകളിൽ ഇടപെടുന്ന ആൾക്കാർ പൊതുവെ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് പ്രതിപക്ഷ നേതാവെന്നോ മുഖ്യമന്ത്രിയെന്നോ അല്ലെങ്കിൽ മറ്റാരെന്നോ ഇല്ലാതെ ഇവർ ചെയ്യുക, ഇവർ വളരെ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നും ഇവർ വളരെ ജെനുവിൻലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നും പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ഇവർ ചെയ്യുന്ന ഏറ്റവും ലളിതമായ കാര്യങ്ങളിലൊന്നാണ് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടുക. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ പ്രത്യേകത എന്താണ്? രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ ഏതൊരു കാര്യത്തിനും ഓടിയിറങ്ങുന്നവരും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും വളരെ ആക്റ്റീവായി, ഹൈപ്പർ ആക്റ്റീവായി ഇടപെടുന്ന ആൾക്കാരുമാണ്. അത് ചിലപ്പോൾ അതിനകത്ത് വോട്ടുണ്ടാകാം, വോട്ടിൻ്റെ ലക്ഷ്യമുണ്ടാകാം, സാമൂഹിക പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയക്കാരാണെന്ന് ബോധ്യപ്പെടുത്താനാകാം. അങ്ങനെ പല ആസ്പെക്റ്റുകൾ കയറിയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഇതിനകത്ത് പലപ്പോഴും പെരുമാറുക. ഇപ്പം പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു
MLA ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യുന്നു എന്നുവെച്ചാൽ അവർ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ വരുത്തുകയും കൂടെ അതിനകത്ത് ലക്ഷ്യമുണ്ട്. അതിനകത്തൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ ആ അവസരത്തെ അല്ലെങ്കിൽ അങ്ങനൊരു വിഷയത്തെ ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് നാട്ടുകാരെ മൊത്തം കബളിപ്പിക്കാൻ നോക്കൂ. ഒരു റിട്ടയർഡ് ജഡ്ജി ഉൾപ്പെടെ അതിനകത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം മൊത്തത്തിൽ ജഡ്ജിക്ക് ഇതിനകത്ത് എന്താണ് സ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കാര്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നോക്കൂ, പ്രതിപക്ഷ നേതാവിൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇതിനകത്ത് നിന്ന് എന്ത് നേടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇത് ഭരണപക്ഷത്തു നിന്ന് ആൾക്കാർ വന്നിരിക്കുന്നു. ഇതിനകത്ത് അങ്ങനെ അറിയാതെ പെട്ടുപോയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം അവർക്ക് ഇതിനകത്ത് ഈ സ്കീമുമായി ബന്ധപ്പെട്ട ഒരു സ്കൂട്ടറിന് വില കുറച്ച് കൊടുത്തതുകൊണ്ടോ വില കൂട്ടി കൊടുത്തതുകൊണ്ടോ ഒരു കാരണവശാലും ഒരു പ്രയോജനവുമില്ല. അവരതിനകത്ത് താല്പര്യപ്പെടുന്നവരുമായിരിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്നൊരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ എന്ന് വെച്ചാൽ സാമൂഹികമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു പ്രവൃത്തിയിൽ ഇടപെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചിലപ്പം ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ ഇന്നസെൻ്റായിട്ട് പോയി വിളിക്കുമ്പോൾ എന്നാൽ ഞാൻ വന്നേക്കാമെന്ന് പറയുമോ ഒക്കെ ചെയ്യും. കാര്യം എന്താ? ഇവരുടെ കൂട്ടത്തിൽ മറ്റ് രാഷ്ട്രീയക്കാർ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ആദ്യത്തെ കോൺസ്പിറസിയുടെ ഭാഗമായി കുറേ പേര് നിൽക്കുന്നു. അത് സമൂഹത്തിൽ കൊള്ളാവുന്നവർ തന്നെ കോൺസ്പിറസിയുടെ ഭാഗമാകുന്നു. ആ ഭാഗമാകുമ്പം ഇവരുടെ മുഖം കാണിച്ചുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയക്കാരും ഇതിനകത്ത് അറിയാതെ തന്നെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ പറയുന്ന പ്രമുഖരായ ആൾക്കാരുടെ മുഖം കാണുമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം മനോരമയാണെന്ന് തോന്നുന്നു, മനോരമയിലെ ഒരു ചർച്ച കാണുകയായിരുന്നു. അതിനകത്ത് കേരളത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായി വരുന്ന ഒരു ആളുടെ മരുമകൾക്കോ ആ മരുമകൾക്ക് വേണ്ടി മറ്റോ അദ്ദേഹം പൈസ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ വളരെ പോസിറ്റീവായി സമൂഹത്തിൽ ഇടപെടുന്ന ആൾക്കാർ പോലും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇത്രയും സ്കെയിലിൽ കബളിപ്പിക്കാൻ ഈ പറയുന്ന ആർക്കും ഞാൻ വിചാരിക്കുന്നില്ല. നല്ല ശതമാനം ആൾക്കാർക്ക് ഇതിനകത്ത് അങ്ങനൊരു താല്പര്യമുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ പക്ഷേക്ക് ഒരു വലിയ പ്രാധാന്യമുള്ള പക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ആ പക്ഷേ എടുത്ത് പറഞ്ഞത്. ഇത് ഒരു കോൺസ്പിറസിയുടെ ഭാഗമായി നിന്ന് ആൾക്കാരെ പറ്റിച്ച് പണമുണ്ടാക്കാൻ ഈ പറയുന്ന വ്യക്തിയോടൊപ്പം നിന്നിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇത് കൃത്യമായ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഇപ്പം മാത്യു കുഴൽനാടന് പൈസ കിട്ടിയെന്ന് പറയുന്നു. മാത്യു കുഴൽനാടന് എന്തിന് പൈസ കിട്ടി, എന്താവശ്യത്തിന് കിട്ടിയെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കണം എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും വ്യക്തമാക്കണം. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു കള്ളത്തരം പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ പറ്റിച്ചൊരാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് വലിയ വാലിഡിറ്റി ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. കാര്യം അതിന് ഐ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അങ്ങനെ എടുക്കാനേ നമുക്ക് മതിയാവും. ഇപ്പം എന്ത് ആവശ്യത്തിനാണ് ഇവർക്ക് പൈസ കൊടുത്തിരിക്കുന്നത്? അതോ ഈ പൈസ കൊടുത്തു എന്ന് പറയുന്നത് കള്ളത്തരം പറയുന്നതാണോ? കോൺഗ്രസിൻ്റെ 1-2 പേരുടെ പേര് പറഞ്ഞു. ഞാനതൊന്നും ഇപ്പം വലിച്ച് ഇതിനകത്തോട്ട് ഇടാത്തതിന് കാര്യം സമൂഹത്തിൽ കൊള്ളാവുന്നതായി പൊതുപ്രവർത്തകരായി ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു ജീവിതം മൊത്തം ഇതിനു വേണ്ടി പുറകെ നടക്കുന്ന ആൾക്കാരെ കരിവാരിത്തേക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം അത് ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇതിനകത്ത് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ പണത്തിൻ്റെ പങ്ക് പറ്റി നാട് കടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ അത് അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കാര്യം അവർ പൊതുപ്രവർത്തകരാകാൻ യോഗ്യതയുള്ളവരല്ല. ആ പൊതുപ്രവർത്തകത്തിന് അതിനൊക്കെ ഉപരി വേറൊരു വലിയ പ്രശ്നമുണ്ട്. സമൂഹത്തിൽ നടത്തുന്ന ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈമിന് എല്ലാ കുടയും പിടിച്ച് ആ ക്രൈമിൻ്റെ ഭാഗമായി ആ കോൺസ്പിറസിയുടെ ഭാഗമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പൊതുപ്രവർത്തകരെന്നല്ല, ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റോടുകൂടി വർക്ക് ചെയ്യുന്നവരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. അതല്ല എങ്കിൽ ഒരു പാർട്ടിക്ക്, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കോ CPM-നോ ഒരു ഫണ്ട് കൊടുത്തു, ആ ഫണ്ട് കൊടുത്ത പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ BJPക്ക് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു ഫണ്ട് കൊടുത്താൽ അവർ സ്വീകരിക്കാതിരിക്കത്തൊന്നുമില്ല. കാര്യം പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ഈ പറയുന്ന നമുക്ക് കറക്റ്റായിട്ടൊരു സോഴ്സ് അറിയാം, ഏത് കള്ളത്തരത്തിലുള്ള ഒരു സോഴ്സ് ആണെന്ന് വ്യക്തമായ ധാരണ ഉള്ളതാണെങ്കിൽ നമ്മൾ വാങ്ങിക്കത്തില്ല. ഇത് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതാണ്, വണ്ടി കൊടുക്കുന്നതാണ്, ഈ പൊതുസമൂഹത്തിലുള്ള ജഡ്ജിമാരുൾപ്പെടെ വരെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ ഈ പറയുന്ന പണം വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അതാണ് അവിടെ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇല്ല. ഇപ്പൊ വർഗീസിന്റെ കാര്യം പറഞ്ഞ പോലെ വായിച്ച് പറഞ്ഞിട്ടില്ലാത്തവരെയും കൂടെ ഇതിനകത്ത് പിടിച്ചിടുന്ന രീതി ഉണ്ട്.
ലാലെ തിരിച്ചു വരാം. അത്തരത്തിൽ തന്നെ ജാഗ്രതയോടുകൂടി തന്നെയാണ്, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ്, സമചിത്തതയോടുകൂടി തന്നെയാണ് ഞങ്ങളും ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യപ്രതിയായി പിടിയിലുള്ള അനന്തു പറയുന്നു, പോലീസിനോട് പറയുന്നു എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന കാര്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊരു കുറ്റാരോപിതൻ്റെ മൊഴികളാണ്, ഇതൊരു കുറ്റാരോപിതൻ്റെ അവകാശവാദങ്ങളാണ്, ഇത് പ്രഖ്യാപിത കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പേർ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഒരുപാട് പേർ ഇതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഇത്തരം മോഡലുകളിലൂടെ കബളിപ്പിക്കപ്പെടാൻ ഇടനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു നിരീക്ഷകനിൽ നിന്ന് ഈ ചർച്ച തുടങ്ങി വെച്ചതും ഏതിലെ ആയിരിക്കണം നമ്മുടെ ചർച്ച മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ആ അതിരുകൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി. തീർച്ചയായും ലാൽ അത് വളരെ കൃത്യമായി തന്നെ ചെയ്തിരിക്കുന്നു.